14 ഇന്ത്യ സഖ്യം 14 NDA 14 ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന്റെ ആവേശ ഇന്ത്യ സഖ്യം നോക്കൂ 19 ഇതാ മറികടന്നിരിക്കുന്നു NDA മറികടന്നിരിക്കുന്നു ഇന്ത്യ സഖ്യം 5 സീറ്റ് മുന്നിലാണ് നിലവിൽ വോട്ടെണ്ണുമ്പോൾ. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം ഗുജറാത്ത് മധ്യപ്രദേശിൽ നിന്നും ഇതുവരെയും ഫലസൂചന ഗുജറാത്തിന്റെ ഹിന്ദി ഹാർട്ട്ലാൻഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെ ഫലസൂചന വന്നിട്ടില്ല, വന്നു തുടങ്ങുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ BJPക്ക് ആശങ്ക ഉണ്ടാക്കുന്ന ഒന്നും അല്ല ഈ നമ്പർ. പക്ഷേ ഇന്ത്യ സഖ്യം ആദ്യത്തെ മിനിറ്റിൽ ആ തുടക്കം മുതൽ തൂത്തുവാരുന്ന മോദിയെ അല്ല നമ്മൾ കാണുന്നത്. ഇന്ത്യ 19 NDA 14 എന്നതാണ്. അരുൺകുമാർ മാവേലിക്കരയിൽ ലീഡ് ചെയ്യുന്നു. മലപ്പുറത്ത് UDF, കണ്ണൂരിൽ UDF, തിരുവനന്തപുരത്ത് UDF, ആറ്റിങ്ങൽ UDF, എറണാകുളത്ത് UDF, കണ്ണൂരിൽ UDF, LDF കൊല്ലം ജില്ലയിൽ ലീഡ് ചെയ്യുന്നു 32 വോട്ടുമായി. ആ ലീഡുമായി മാവേലിക്കരയിൽ അരുൺകുമാർ ലീഡ് ചെയ്യുന്നു 14 സീറ്റ് വരെ പ്രവചിക്കപ്പെട്ട NDA കേരളത്തിൽ 0 തന്നെ നിൽക്കുകയാണ് കേട്ടോ നിഷാദ്. പക്ഷേ തൃശ്ശൂരിന്റെ കണക്ക് വന്നിട്ടില്ല. തൃശ്ശൂരിന്റെ കണക്ക് വരുമ്പോൾ സുരേഷ് ഗോപി ആദ്യത്തെ ലീഡെടുക്കുമോ എന്ന് നമ്മൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. തൃശ്ശൂരിന്റെ ഭരണം ആലത്തൂരിൻ്റെത് വരാനുണ്ട്. ഒപ്പം തന്നെ വടകരയുടെ വന്നിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട പല മണ്ഡലങ്ങളും ഇനിയും അതിന്റെ നമ്പർ പ്രകടിപ്പിക്കാൻ ഇന്ത്യ സഖ്യം 29 ശ്രദ്ധിക്കാൻ പറയാം, അത് ശ്രദ്ധിക്കണം. ഇന്ത്യ സഖ്യം 11-29 ചെറിയ സംഖ്യയല്ല. 11-29 അതിനർത്ഥം എന്താണ്? പക്ഷേ നിഷാദ്, ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഹിന്ദി ബെൽറ്റിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലായിരിക്കും. നമുക്കറിയേണ്ടത് സ്വിംഗ് സ്റ്റേറ്റുകൾ മഹാരാഷ്ട്ര, ബീഹാർ, UP, രാജസ്ഥാൻ, അതാണ് അറിയേണ്ടത്. ഈ സംസ്ഥാനങ്ങളിൽ BJP അവരുടെ ആധിപത്യം തുടരും. അങ്ങനെയാണെങ്കിൽ സൗത്ത് ഇന്ത്യയിലും വലിയ മുന്നേറ്റം BJP ഉണ്ടാക്കുമെന്ന് പറഞ്ഞത് മറിയുകയാണോ? എന്താണ് ഈ 32? പിന്നെ അത് കയറുകയാണ്. 32-ലൂടെ നമ്മൾ കാണുന്നത് ഈ നോർത്ത് ഇന്ത്യ മാത്രമല്ല സൗത്തും കൂടി ഞങ്ങൾ കേരളമടക്കം തൂത്തുവാരാൻ പോവുകയാണെന്ന അമിത പ്രതീക്ഷയ്ക്ക് മങ്ങലേക്കുന്നുണ്ടോ? അതോ ഇത് പോസ്റ്റൽ ബാലറ്റിലെ വളരെ പെട്ടെന്ന് എരിഞ്ഞടങ്ങുന്ന ആവേശം മാത്രമായി? കൊല്ലം, പത്തനംതിട്ട, മാവേലിക്കര ചുവന്നു കിടക്കുകയാണ്. 4 എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.